ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ജബൽ ഷംസ് കാണാൻ വേണ്ടിയാണ് കേട്ടോ. കുറേ ആൾക്കാരുടെ ഇൻസ്റ്റഗ്രാം വീഡിയോസും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഗൂഗിൾ മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്താണ് പോകുന്നത് കേട്ടോ. നമുക്ക് വേറെ ലൊക്കേഷനും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഗൂഗിൾ കാണിച്ച വഴിയെ പോയി ദാണ്ട് ഒരു മലമുകളിലെത്തി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദാണ്ട് അവിടെ ഒരു ചെറിയൊരു വില്ലേജ് ഉണ്ട്. നല്ല വില്ലേജാണ് കേട്ടോ. അവരെ സമ്മതിക്കണം അവിടെ താമസിക്കുന്നത്. വേറൊന്നുമല്ല, അവരുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് അവർ കുറേ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. റോഡുകളൊന്നും അത്ര വലിയ ഇതൊന്നുമല്ല, ടാറിട്ട റോഡൊന്നുമില്ല. ഇടയ്ക്കൊക്കെ എവിടെയൊക്കെയോ വാക്ക റോഡൊക്കെ കാണാം. അപ്പുറത്തെ സൈഡിലൊക്കെ നല്ല ആഴത്തിലുള്ള കൊക്കകളാണ്. എവിടെ നോക്കിയാലും മലകൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ചെറുതും വലുതുമായ കുറേ മലകൾ. നമ്മളിടയ്ക്കൊക്കെ ചില നല്ല സ്പോട്ടുകളൊക്കെ കാണുമ്പോൾ അവിടെ നിർത്തി ഫോട്ടോയൊക്കെ എടുത്ത് സ്ഥലമൊക്കെ എൻജോയ് ചെയ്താണ് പോകുന്നത്. ശരിക്കും ഒമാൻ ഗവൺമെൻറ് കേട്ടോ ഈ ഇലക്ട്രിസിറ്റിയൊക്കെ ഇവിടെ എത്തിച്ചത് അത് വലിയ കാര്യം തന്നെയാണ്. എവിടെ നോക്കിയാലും ചെറുതും വലുതുമായ മലകൾ മാത്രം. ഇടയ്ക്ക് കുറച്ച് പച്ചപ്പും കാണാം. നല്ല പൊടിയുള്ള സ്ഥലമാണ്. നമ്മുടെ വണ്ടിയൊക്കെ പൊടി കാരണം രക്ഷയില്ല. മഴക്കാലത്തൊന്നും ഇവിടെ ഈ വഴിയെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ അത്രയും കഴിവുള്ളവർക്ക് മാത്രമേ ആ ടൈമിൽ ഇതിൽ വരാൻ പറ്റുള്ളൂ. നമുക്കിനിയും കുറേ മുൻപോട്ട് പോകേണ്ടതുണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിലെല്ലാം നല്ല ആഴത്തിലുള്ള കൊക്കകളാണ്. നമ്മൾ അങ്ങോട്ട് നോക്കാൻ പോലും പോകത്തില്ല. നമുക്ക് പേടിയാണ്. നമ്മൾ നേരെ മാത്രം നോക്കി അങ്ങനെയാണ് പോകുന്നത്. നമ്മളിടയ്ക്ക് നല്ല സ്പോട്ടൊക്കെ കാണുമ്പോൾ വണ്ടി നിർത്തി വീഡിയോസൊക്കെ എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ താമസിച്ചു. നമ്മളേകദേശം രാവിലെ ഒരു 6:30-6:45 ആയപ്പോഴത്തേക്കും റൂമിൽ നിന്ന് പോകുന്നതാണ്. ഏകദേശം ഒരു ഉച്ചയാവാറായിട്ടുണ്ട്. 12 മണിയൊക്കെ ആയിട്ടുണ്ട്. മലയൊക്കെ രണ്ടായിട്ട് പിളർന്ന് എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. ശരിക്കും രണ്ട് ഭാഗമായിട്ട് നിൽക്കുകയാണ് അവിടെ. നല്ല ട്രെക്കിങ്ങും ഹൈക്കിങ്ങിലൊക്കെ പരിചയമുള്ളവർക്ക് അതിലേക്ക് ഇറങ്ങിപ്പോയി എന്താ സംഭവിച്ചതെന്നൊക്കെ നോക്കിയിട്ട് വരാൻ പറ്റും. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ഒരു മലയാളി ഫാമിലിയാണ്. അവർ നമ്മൾ കുറേ ഫോളോ ചെയ്തു. പിന്നെ നമ്മളിടയ്ക്കൊക്കെ നിർത്തിയൊക്കെ വരുന്നതുകൊണ്ട് അവരെ പിന്നെ കാണാൻ പറ്റിയിരുന്നില്ല. നല്ല കയറ്റവും ഇറക്കവും ഒക്കെ നിറഞ്ഞ വഴികളാണ്. കൂടുതലും നല്ല കയറ്റമായിരുന്നു കേട്ടോ. ഓഫ് റോഡ് വണ്ടികളൊക്കെ പോകുള്ളൂ. ഞങ്ങൾ ഒരു ലൊക്കേഷൻ കണ്ടപ്പം ഇറങ്ങിയതാണ്. അവിടെ തണുപ്പ് കാരണം നിൽക്കത്തില്ലായിരുന്നു. നമ്മളേകദേശം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം എത്താറായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കുറച്ചുകൂടെ പോയാൽ മതി. അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തല്ല. നമ്മൾ ജബൽ ഷംസിലല്ല, ജബൽ ഹട്ടിലാണ് വന്നത്. ജബൽ ഷംസ് പോകണമെങ്കിൽ ഇനിയും കുറേ കൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ചെന്നെത്താൻ പറ്റത്തില്ല. നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ലെന്നാണ് അതുള്ളവർ പറയുന്നത്. വണ്ടി നല്ല ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് തണുപ്പ് കാരണം നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്രയും തണുപ്പാണ്. കൈയും കാലും ഒക്കെ വിറച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നല്ല കാഴ്ചകളും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം എന്നിട്ട് നമ്മൾ അവിടെ എല്ലാം കണ്ട് കുറേ ഫോട്ടോസും
വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ പയ്യെ അവിടുന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫോറിനേഴ്സൊക്കെ കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ അവർ ഇവിടെയൊക്കെ കണ്ട്, നമ്മൾ മാത്രമല്ല ഒരുപാട് ആൾക്കാരവിടെ വന്നു പോയിട്ടുണ്ട് ഇതിനോടകം തന്നെ. നമ്മൾ ഉച്ചയായപ്പോൾ ഇപ്പോൾ 1 മണി ആകാറായിട്ടുണ്ട്. അതെന്തോ ഒരു ചെറിയൊരു വില്ലേജോ റിസോർട്ടോ അങ്ങനെ എന്തോ ആണ്. അങ്ങനെ നമ്മൾ തിരിച്ച് പയ്യെ ഇറങ്ങി. നമ്മൾ നല്ല വഴിയെ തന്നെയാണ് പോയത്, നല്ല വഴി പോയി. ശരിക്കും നല്ല സ്ഥലമായിരുന്നു. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.